ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. അയോധ്യാകാന്ഡം. താർമകൾ കൻപുള്ളതത്തേ വരീകടോ. താമസശീലമകറ്റേണമാശു നീ. രാമദേവൻ ചരിതാമൃതമിന്നിയും ആമോദമുൾക്കൊണ്ടു ചൊല്ലു സരസമായി. എങ്കിലോ കേൾപ്പിൻ ചുരുക്കി ഞാൻ ചൊല്ലുവൻ. പങ്കമെല്ലാം അകലും പല ജാതിയും സങ്കടമേതും വരികയുമില്ലല്ലോ. പങ്കജനേത്രൻ കഥകൾ കേട്ടിടിനാൽ. ഭാർഗവിയാകിയ ജാനകി തന്നുടെ ഭാഗ്യജലനിധിയാകിയ രാഘവൻ ഭാർഗവൻ തന്നുടെ ദർപ്പം ശമിപ്പിച്ചു. മാർഗവും പിന്നിട്ടയോധ്യാപുരി പൂക്കും. താതനോടും നിജമാതൃജനത്തോടും ധാതൃസുതനാം ഗുരുവരൻ തന്നോടും ഭ്രാതാക്കളോടും പടയോടുമൊന്നിച്ചു. മേദിനീപുത്രിയാം ഭാമിനി തന്നോടും വന്നെതിരേറ്റൊരു പൗരജനത്തോടും ചെന്നു മഹാരാജധാനിയകമ്പുക്കു. വന്നിതു സൗഖ്യം ജഗത്തിനു രാഘവൻ തന്നുടെ നാനാ ഗുണഗണം കാൺകയാൽ. രുദ്രൻ പരമേശ്വരൻ ജഗദീശ്വരൻ കദ്രുസുത ഗണഭൂഷിതഭൂഷിതൻ ചിദ്രൂപനദ്വയൻ മൃത്യുഞ്ജയൻ പരൻ ഭദ്രപ്രദൻ ഭഗവാൻ ഭവഭഞ്ജനൻ. രുദ്രാണിയാകിയ ദേവിക്കുടൻ രാമഭദ്ര കഥാമൃതസാരം കൊടുത്തപ്പോൾ വിദ്രുമാതുല്യാധരിയായ ഗൗരിയാം അദ്രീസുതയും ആനന്ദവിവശയായി ഭർതൃപാദപ്രണാമം ചെയ്തു സമ്പൂർണ്ണ ഭക്തിയോടും പുനരേവം അരുൾ ചെയ്തു. നാരായണൻ നളിനായതലോചനൻ നാരീജനമനോമോഹനൻ മാധവൻ നാരദസേവ്യൻ നളിനാസനപ്രിയൻ നാരകാരാദി നളിനാശരഗുരു നാഥൻ നരസഖൻ നാനാജഗന്മയൻ നാദവിദ്യാത്മകൻ നാമസഹസ്രവാൻ നാളികരമ്യവദനൻ നരകാരി നാളികാബാന്ധവവംശസമുത്ഭവൻ ശ്രീരാമദേവൻ പരൻ പുരുഷോത്തമൻ കാരുണ്യവാരിധി കാമഫലപ്രദൻ രാക്ഷസവംശവിനാശനകാരണൻ സാക്ഷാൽ മുകുന്ദനാനന്ദപ്രദൻ പുമാൻ ഭക്തജനോത്തമാ ഭുക്തിമുക്തിപ്രദൻ ശക്തി വിമുക്തൻ വിമുക്തഹൃദി സ്ഥിതൻ വ്യക്തൻ അവ്യക്തൻ അനന്തൻ അനാമയൻ ശക്തിയുക്തൻ ശരണാഗതവത്സലൻ നക്തഞ്ജരേശ്വരനായ ദശാസ്യനു മുക്തി കൊടുത്തവൻ തൻ്റെ ചരിത്രങ്ങൾ നക്തം ദിവം ജീവിതാവധി കേൾക്കിലും
തൃപ്തി വരാ മമ വേണ്ടീല മുക്തിയും. ഇത്തം ഭഗവതി ഗൗരി മഹേശ്വരി ഭക്ത്യാ പരമേശ്വരനോട് ചൊന്നപ്പോൾ മന്ദസ്മിതം ചെയ്തു മന്മഥനാശനൻ. സുന്ദരീ കേട്ടുകൊള്ളുന്നരുളി ചെയ്തു. നാരദ രാഘവ സംവാദം. എങ്കിലൊരു ദിനം ദാശരഥിരാമൻ പങ്കജലോചനൻ ഭക്തപരായണൻ മംഗളദേവതാ കാമുകൻ രാഘവൻ അങ്കജനാശന വന്ദിതൻ കേശവൻ. അങ്കജലീല പൂണ്ടന്തപ്പുരത്തിങ്കൽ മംഗലഗാത്രിയാം ജാനകി തന്നോടും നീലോൽപലദള ശ്യാമള വിഗ്രഹൻ നീലോൽപലദളലോല വിലോചനൻ നീലോപമലാഭൻ നിരുമവൻ നിർമ്മലൻ നീലകളപ്രിയൻ നിത്യൻ നിരാമയൻ രത്നാഭരണ വിഭൂഷിതദേഹനായി രത്നസിംഹാസനം തന്മേലനാകുലം രത്നദണ്ഡം പൂണ്ട വെൺചാമരം കൊണ്ട് പത്നിയാൽ വീജിതനായ അതികോമളൻ ബാലനിശാകര ബാലദേശേലസൻ മാലേയ പങ്കം അലങ്കരിച്ചങ്ങനെ ബാലാർക്കസന്നിഭ കൗസ്തുഭഗന്ധരൻ പ്രാലേയ ഭാനു സമാനനയാസമം. ലീലയാ താംബുലചർവണാദൈരനുവേലം വിനോദിച്ചിരുന്നരുളുന്നേരം ആലോകനാർത്ഥം മഹാമുനി നാരദൻ ഭൂലോകമപ്പോൾ അലങ്കരിച്ചിടിനാൻ മുഗ്ധശരചന്ദ്രതുല്യ തേജസ്സൊടും ശുദ്ധസ്ഫടിക സങ്കാശ ശരീരനായി സത്വരം അമ്പരത്തിങ്കൽ നിന്നാദരാൽ തത്രൈവ വേഗാൽ അവതരിച്ചിടിനാൻ. ശ്രീരാമദേവനും സംഭ്രമം കൈക്കൊണ്ടു നാരദനെ കണ്ടെഴുന്നേറ്റു സാദരം നാരീമണിയായ ജാനകി തന്നോടും പാരിൽ വീണാശു നമസ്കരിച്ചിടിനാൻ. പാദ്യാസനാചമനീയാർഘ്യപൂർവകം ആദ്യേന പൂജിതനായൊരു നാരദൻ തന്നിയോഗത്താലിരുന്നൊരു രാഘവൻ മന്ദസ്മിതം പൂണ്ടു നന്ദിച്ചു സാദരം മന്ദം മുനീവരൻ തന്നോടരുൾ ചെയ്തു. വന്ദേ പദം കരുണാനിധേ സമ്പ്രദം നാനാവിഷയ സംഘം പൂണ്ട് മേവിന മാനസത്തോടു സംസാരികളായുള്ള മാനവന്മാരായ ഞങ്ങൾക്കു ചിന്തിച്ചാൽ ജ്ഞാനിയാകും തവ പാദപങ്കേരുഹം കണ്ടുകൊള്ളുവാനതിദുർലഭം നിർണയം പണ്ടു ഞാൻ ചെയ്തോരു പുണ്യഫലോദയം കണ്ടു കാൺമാനവകാശവും വന്നിതോ. പുണ്ടരീകോത്ഭവ പുത്ര മഹാമുനി എന്നുടെ വംശവും ജന്മവും രാജ്യവും ഇന്നു വിശുദ്ധമായി വന്നു തപോനിധേ. എന്നാലിനി എന്തു കാര്യമെന്നും പുനാരെന്നോടരുൾ ചെയ്യുക വേണം ദയാനിധേ. എന്തൊരു കാര്യം നിരൂപിച്ചെഴുന്നള്ളി സന്തോഷമുൾക്കൊണ്ടരുൾ ചെയ്യുകയും വേണം. മന്ദനെന്നാകിലും കാരുണ്യമുണ്ടെങ്കിൽ സന്ദേഹമില്ല സാധിപ്പിപ്പനല്ലാമേ. യുദ്ധമാകർണ്യ രഘുവരൻ തന്നോട് മുഗ്ധഹാസേന മുനിവരനാകിയ നാരദനും ഭക്തവത്സലനാം മനുവീരനെ നോക്കി സരസമരുൾ ചെയ്തു. ഏവർക്കും സാദര നമസ്കാരം. ഓം നമഃ ശിവായ. ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. നമ്മുടെ രാമായണം ക്ലാസ് തുടരുകയാണ്. അധ്യാത്മരാമായണം കിളിപ്പാട്ടിലെ ബാലകാന്ഡം കഴിഞ്ഞു. ഇനി നമ്മൾ അയോധ്യാകാന്ഡത്തിലേക്കാണ് പോകുന്നത്.
അയോധ്യാകാന്ഡത്തിൻ്റെ തുടക്കത്തിൽ തത്തപ്പെണ്ണിനോട് രാമായണ കഥ തുടർന്നും ചൊല്ലിക്കേൾപ്പിക്കാനായിട്ട് എഴുത്തച്ഛൻ ആവശ്യപ്പെടുകയാണ്. ആ ഒരു ഭാഗത്തിലാണ് അയോധ്യാകാന്ഡത്തിൻ്റെ തുടക്കം. താർമകൾ കൻപുള്ള തത്തേ വരികടോ താമസശീലമകറ്റേണമാശുനി രാമദേവൻ ചരിതാമൃതം ഇന്നിയും ആമോദമുൾക്കൊണ്ട് ചൊല്ലു സരസമായി. സരസ്വതീദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ട തത്തയെ, നീ ഞങ്ങളുടെ അജ്ഞാനം താമസശീലം അകറ്റണം. താമസശീലം തമോ ഗുണപ്രധാനമായ സ്വഭാവമാണ്. അലസത, മൂഢത ഇതൊക്കെ തമോ ഗുണമാണ്. അപ്പോൾ ആ ഗുണങ്ങൾ, താമസശീലം, ഞങ്ങളുടെ അജ്ഞാനം ഒക്കെ അകറ്റണം നീ. രാമദേവൻ ചരിതാമൃതം ഇനിയും ആമോദം ഉൾക്കൊണ്ട് ചൊല്ലു സരസമായി. രാമദേവന്റെ ചരിതം ഇനിയും നീ ചൊല്ലണം. അപ്പോൾ കഴിഞ്ഞ ഭാഗത്ത് നീ ചൊല്ലിയിട്ടുണ്ട്, അത് കൂടാതെ തന്നെ ഇനിയും ചൊല്ലണം, സരസമായിട്ട് ചൊല്ലണം, ആമോദം ഉൾക്കൊണ്ട് ചൊല്ലണം. വളരെ സന്തോഷത്തോടു കൂടി സരസമായിട്ട് രസകരമായിട്ട് നീ പറയൂ എന്നാണ് ഇവിടെ തത്തയോട് ആവശ്യപ്പെടുന്നത്. എങ്കിലോ കേൾപ്പിൻ ചുരുക്കമായി ഞാൻ ചൊല്ലുവൻ പങ്കമെല്ലാം അകലും പല ജാതിയും സങ്കടമേതും വരികയുമില്ലല്ലോ പങ്കജനേത്രൻ കഥകൾ കേട്ടിടിനാൻ. തുടർന്ന് പൈങ്കിളി പറയുകയാണ്, എങ്കിൽ കേട്ടുകൊള്ളുക, കഥ ഞാൻ ചുരുക്കി പറയാം. പങ്കജനേത്രനായ ശ്രീരാമൻ്റെ കഥ എത്ര കേട്ടാലും മതിയാവില്ല. ആ കഥ കേട്ടാൽ പലതരത്തിലുള്ള പാപങ്ങൾ നശിക്കും, അതുപോലെ തന്നെ ഒരു തരത്തിലുള്ള സങ്കടവും ഉണ്ടാകുകയുമില്ല. തുടർന്ന് കിളിപ്പെണ്ണ് പാടുകയാണ്, ഭാർഗവിയാകിയ ജാനകി തന്നെ ഭാഗ്യജലനിധിയാകിയ രാഘവൻ ഭാർഗവൻ തന്നെ ദർപ്പം ശമിപ്പിച്ച് മാർഗവും പിന്നിട്ട് അയോധ്യാപുരി ബുക്കു. മഹാലക്ഷ്മിയായ സീതയുടെ ഭാഗ്യത്തിന് ഇരിപ്പിടമായ ശ്രീരാമൻ ഭാർഗവരാമനായ പരശുരാമന്റെ അഹങ്കാരമൊക്കെ നശിപ്പിച്ചു. അതിനുശേഷം അയോധ്യ രാജ്യത്തിലേക്ക് കടന്നിരിക്കുകയാണ്. താതനോടും നിജമാതൃജനത്തോടും ധാതൃസുതനാം ഗുരുവരൻ തന്നോടും ഭ്രാതാക്കളോടും പടയോടും ഒന്നിച്ച് മേദിനീപുത്രിയാം ഭാമിനി തന്നോടും കൂടിയാണ് നഗരത്തിലേക്ക് എത്തിയിരിക്കുന്നത്. താതനോടും അച്ഛനോടും തങ്ങളുടെ അമ്മമാരോടും ധാതൃസുതനാം ഗുരുവരൻ തന്നോടും ബ്രഹ്മപുത്രനായ വസിഷ്ഠഗുരുവിനോടും അതുപോലെ തന്നെ സഹോദരന്മാരോടും വൻപിച്ച പടയോടും ഒന്നിച്ച്, അതുപോലെ തന്നെ തൻ്റെ ഭാര്യയായ മേദിനീപുത്രിയായ സീതയോടൊന്നിച്ച് ആണ് അയോധ്യാപുരിയിലേക്ക് എത്തിയിരിക്കുന്നത്. അങ്ങനെ വന്ന ശ്രീരാമനെ പൗരജനത്തോട് കൂടി പൗരജനങ്ങളൊക്കെ വന്ന് എതിരേറ്റിരിക്കുകയാണ്. അങ്ങനെ മഹാരാജധാനി അകംബുക്കു, മഹാരാജധാനിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അങ്ങനെ വന്ന എല്ലാവരോടും ഒത്ത് സഹോദരന്മാരോടും പത്നിയോടും മാതാപിതാക്കളോടും ഒക്കെ കൂടി വന്നിരിക്കുന്ന ആ ഭഗവാനെ, രഘുരാമനെ കണ്ടിട്ട് വന്നിത് സൗഖ്യം ജഗത്തിന് രാഘവൻ തന്നെ നാനാഗുണഗണം കാണുകയാൽ, രാമകുമാരൻ്റെ നാനാഗുണങ്ങൾ കണ്ടിട്ട് ഈ ലോകത്തിലുള്ള മുഴുവൻ ആളുകൾക്കും വളരെയധികം സൗഖ്യമുണ്ടായി എന്നാണ് പറയുന്നത്. തുടർന്ന് രുദ്രൻ, പരമേശ്വരൻ, ജഗദീശ്വരൻ, ഭൂഷണഭൂഷിതൻ, ചിദ്രൂപൻ, അദ്വയൻ, മൃത്യുഞ്ജയൻ വരൻ, ഭദ്രപ്രിയൻ, ഭദ്രപ്രദൻ, ഭഗവാൻ, ഭവഭഞ്ജനൻ. അപ്പോൾ ജഗദീശ്വരനും രുദ്രനും പരമേശ്വരനും കദ്രൂസുതഗണഭൂഷണഭൂഷിതനുമായ കദ്രൂസുതൻ, കദ്രുവിൻ്റെ മക്കളാണ് നാഗങ്ങൾ. നാഗഭൂഷിതനാണ് ഭഗവാൻ. നാഗഭൂഷിതനായ ഭഗവാൻ, ചിദ്രൂപനായ ഭഗവാൻ, ജ്ഞാനസ്വരൂപനായ ഭഗവാൻ, മൃത്യുഞ്ജയനായ പരനായ ഈശ്വരനായ ഭദ്രപ്രദനായ ഭദ്രങ്ങളെ നൽകുന്നവനായ ആ ഭഗവാൻ ഭവഭഞ്ജനൻ.
ലൗകിക ദുഃഖങ്ങളെയൊക്കെ നശിപ്പിക്കുന്നവനായ ഭഗവാൻ രുദ്രാണിയാകിയ ദേവിക്ക് ഉടൻ രാമഭദ്രകഥാമൃതസാരം കൊടുത്തപ്പോൾ രുദ്രാണിയായ തൻ്റെ പത്നിയായ ഭഗവതിക്ക് രാമഭദ്ര കഥാമൃതസാരമാണ് കൊടുത്തിരിക്കുന്നത്. ആ കഥ പറഞ്ഞു കൊടുത്തപ്പോൾ ചുരുക്കിയാണ് പറഞ്ഞു കൊടുത്തത്. അപ്പോൾ വിദ്രുമ തുല്യാധരിയായ ഗൗരിയാം അദ്വിസുതയും ആനന്ദവിവശയായി ഭർതൃ പാദ പ്രണാമം ചെയ്ത് സമ്പൂർണ്ണ ഭക്തിയോടും പുനരേവം അരുൾ ചെയ്തു. അപ്പോൾ ശ്രീ പാർവതിക്ക് ശ്രീരാമന്റെ കഥാമൃതം അതിൻ്റെ സാരം നൽകിയപ്പോൾ ആനന്ദപരവശയായ ആ പാർവതി വിദ്രുമ തുല്യാധരിയായ ഗൗരി, വിദ്രുമം എന്ന് പറഞ്ഞാൽ ചുവന്നത്, അധരി എന്ന് പറഞ്ഞാൽ അധരം ചുണ്ടാണ്, അധരി എന്ന് പറഞ്ഞാൽ ചുണ്ടുള്ളവൾ. വിദ്രുമത്തിൻ്റെ പവിഴം പോലെ ചുവന്ന ചുണ്ടുകളോട് കൂടിയ ഗൗരി എന്നുവെച്ചാൽ സുന്ദരി എന്നർത്ഥം. സുന്ദരിയായ ആ അദ്രീസുതയായ പർവ്വതരാജാവിൻ്റെ പുത്രിയായ ആ ഗൗരി ആനന്ദവിവശയായി തീർന്നു. ആനന്ദവിവശയായിട്ട് ഭഗവതി തൻ്റെ ഭർത്താവായ ഭഗവാന്റെ പാദങ്ങളെ പ്രണാമം ചെയ്തുകൊണ്ട് സമ്പൂർണ്ണ ഭക്തിയോടുകൂടി അദ്ദേഹത്തെ നമസ്കരിച്ചുകൊണ്ട് ഇങ്ങനെ പറയുകയുണ്ടായി. മഹാദേവി എന്താണ് പറഞ്ഞത്? നാരായണൻ, നളിനായതലോചനൻ, നാരീജന മനോമോഹനൻ മാധവൻ, നാരദസേവ്യൻ, നളിനാസനപ്രിയൻ, നാരകാരാദി, നളിന ശരഗുരു, നാഥൻ, നരസഖൻ, നാനാജഗന്മയൻ. ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് പറയുകയാണ്. നളിനായതലോചനനായ നാരായണൻ, താമരപ്പൂവിതൾ പോലെ നീണ്ട കണ്ണുകളോടുകൂടിയവനായ ആ ഭഗവാൻ, നളിന ആയതം, നളിനായതം, നളിനം താമരയാണ്, ആയതം നീണ്ടത്. അങ്ങനെയുള്ള ആ ഭഗവാൻ നാരീജന മനോമോഹനൻ മാധവനാണ്. നാരീജന സ്ത്രീജനങ്ങളുടെ മനസ്സിനെ മോഹിപ്പിക്കുന്നവനായ ആ മാധവൻ, മായുടെ ധവൻ, ലക്ഷ്മീദേവിയുടെ ഭർത്താവായ ആ വിഷ്ണു, ആ ശ്രീരാമൻ, നാരദ സേവ്യൻ, നാരദനാൽ സേവിക്കപ്പെടുന്നവനായ നളിനാസനപ്രിയൻ, നളിനാസനൻ, താമരപ്പൂ ഇരിപ്പിടമായിട്ടുള്ളവൻ, ബ്രഹ്മാവിന് ഏറെ പ്രിയങ്കരനാണ് ഭഗവാൻ. നാരകാരാധിയാണ് ഭഗവാൻ, നാരക ആരാധി. നരകാസുരന്റെ ശത്രുവെന്നും നരകത്തിന്റെ ശത്രുവെന്നും അർത്ഥഭേദമുണ്ട്. അങ്ങനെയുള്ള ഭഗവാൻ നളിനശരഗുരുവാണ്. നളിനശരൻ കാമദേവനാണ്. കാമദേവന്റെ ഗുരു എന്ന് പറഞ്ഞാൽ ഇവിടെ പിതാവ് എന്നുള്ളൊരർത്ഥമാണ്. നളിനശരഗുരുവായ ശിവന്റെ നേത്രാഗ്നിയിൽ കാമദേവൻ ഭസ്മമായപ്പോൾ അതിനുശേഷം ശ്രീകൃഷ്ണന്റെ പുത്രനായ പ്രദ്യുമ്നായിട്ടാണ് കാമദേവൻ പുനർജനിച്ചത്. അങ്ങനെ കാമദേവന്റെ പിതാവ് ശ്രീകൃഷ്ണനായി ഭഗവാനായി മാറി. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നളിന ശരഗുരുനാഥൻ. നരസഖനാണ്, നരന്റെ സഖൻ. നരൻ അർജുനനാണ്. അർജുനന്റെ സ്നേഹിതനായ ഭഗവാൻ. നരനാരായണന്മാരാണ് അർജുനനും കൃഷ്ണനുമായിട്ട് ജനിച്ചതെന്നാണ് പുരാണ പ്രസിദ്ധം. നാനാ ജഗന്മയൻ, നാനാതരത്തിലുള്ള ലോകസ്വരൂപത്തോടു കൂടിയവനാണ് ഭഗവാൻ. നാദവിദ്യാത്മകൻ, നാമസഹസ്രവാൻ. നാദവിദ്യാത്മകൻ, നാദബിന്ദു സ്വരൂപനാണ് ഭഗവാൻ. ശബ്ദബ്രഹ്മസ്വരൂപനാണ് ഭഗവാൻ. അതുപോലെ തന്നെ നാമസഹസ്രവാനാണ്. 1000 പേരോട് കൂടിയവനാണ് ഭഗവാൻ. വിഷ്ണു സഹസ്രനാമം നമ്മൾ ജപിക്കാറുണ്ട്. ഭഗവാന്റെ 1000 നാമങ്ങളാണ് നമ്മൾ ജപിക്കുന്നത്. അങ്ങനെയുള്ള നാമസഹസ്രവാനാണ് ഭഗവാൻ. നളിനകര, നാളീക രമ്യവദനനാണ്. നാളീക രമ്യവദനൻ. നാളീക എന്ന് പറഞ്ഞാൽ താമരപ്പൂവാണ്. താമരപ്പൂ പോലെ രമ്യമായ മനോഹരമായ വദനം, മുഖമുള്ളവനാണ് ഭഗവാൻ. നരകാരിയാണ്. നരകത്തിൻ്റെ അരിയാണ്, ശത്രുവാണ്. നരകാസുരന്റെ ശത്രു എന്നുള്ളൊരു അർത്ഥവും കൂടെ ഉണ്ട്. അതുപോലെ തന്നെ നാളീക ബാന്ധവ വംശസമുത്ഭവൻ. നാളീക ബാന്ധവൻ. നാളീക എന്ന് പറഞ്ഞാൽ താമരയാണ്. താമരയും
സൂര്യനും ഭാര്യയും ഭർത്താവുമാണ് എന്നുള്ളതാണ് സങ്കല്പം. അപ്പോൾ നാളീക ബാന്ധവൻ എന്ന് പറഞ്ഞാൽ നാളീകത്തെ വിവാഹം കഴിച്ചയാൾ, സൂര്യൻ എന്നുള്ള അർത്ഥമാണ്. നാളീക ബാന്ധവൻ സൂര്യനാണ്. നാളീക ബാന്ധവ വംശം എന്ന് പറഞ്ഞാൽ സൂര്യവംശം. നാളീക ബാന്ധവ വംശ സമുത്ഭവൻ ജനിച്ചവൻ. അപ്പോൾ സൂര്യവംശത്തിൽ ജനിച്ച ആ ഭഗവാൻ ശ്രീരാമദേവൻ പരൻ പുരുഷോത്തമനാണ്. പുരുഷോത്തമനായ ആ ഭഗവാൻ കാരുണ്യവാരിധിയാണ്, കാരുണ്യത്തിൻ്റെ സമുദ്രമാണ്, കാമഫലപ്രദനാണ്, ആഗ്രഹിക്കുന്നതെല്ലാം നൽകുന്നവനാണ് ഭഗവാൻ. അതുപോലെ തന്നെ രാക്ഷസ വംശ വിനാശനകാരനാണ്. രാക്ഷസ വംശത്തിൻ്റെ നാശത്തിന് കാരണക്കാരനാണ് ഭഗവാൻ. സാക്ഷാൽ മുകുന്ദൻ ആനന്ദപ്രദൻ പുമാൻ. ആ മുകുന്ദനായ ആ വിഷ്ണു, ആ ശ്രീരാമൻ ആനന്ദപ്രദനാണ്, സന്തോഷം നൽകുന്നവനാണ്. സന്തോഷം നൽകുന്ന പുമാനാണ്, പുരുഷനാണ്. ഭക്തജനോത്തമ ഭുക്തിമുക്തിപ്രദനാണ് ഭഗവാൻ. ഭക്തജനോത്തമ ഭുക്തിമുക്തിപ്രദൻ, അതായത് ഉത്തമ ഭക്തന്മാർക്ക് ഭുക്തിയും ലൗകിക സുഖവും അതുപോലെ തന്നെ മുക്തിയും മോക്ഷവും നൽകുന്നവനാണ് ഭഗവാൻ. അതാണ് ഭക്തജനോത്തമ ഭുക്തിമുക്തിപ്രദൻ എന്ന് ഭഗവാനെ പറഞ്ഞിരിക്കുന്നത്. ശക്തി വിമുക്തൻ വിമുക്തഹൃദിസ്ഥൻ. ശക്തി വിമുക്തനാണ് ഭഗവാൻ, ആസക്തി ഇല്ലാത്തയാളാണ്. വിമുക്തഹൃദിസ്ഥനാണ്, വിമുക്തന്മാരുടെ ഹൃദയത്തിൽ വസിക്കുന്നവനാണ്. എല്ലാ ലൗകിക സുഖങ്ങളിൽ നിന്നും മാറി നിന്നുകൊണ്ട് മനസ്സ് ഭഗവാനിൽ മാത്രം ലയിപ്പിച്ച് തപസ് ചെയ്യുന്ന ഋഷിവര്യന്മാരുടെ ഹൃദയത്തിലാണ് ഭഗവാന്റെ വാസം. ഭഗവാൻ വ്യക്തൻ, അവ്യക്തൻ, അനന്തൻ, അനാമയൻ. ഭഗവാൻ വ്യക്തനാണ്, മായ കൊണ്ട് വ്യക്തമായ ഒരു രൂപം ഉള്ളവനാണ്. ഒരു രൂപമുള്ളവനാണെന്ന് നമ്മൾ കാണുന്നു, അത് മായയാണ്. അവ്യക്തനാണ് ഭഗവാൻ. വ്യക്തനാണ്, കാണാൻ പറ്റുന്നവനാണ്, ആ രൂപം നമ്മൾ കാണുന്നുണ്ട്, എങ്കിൽ കൂടിയും അവ്യക്തനാണെന്നും പറയുന്നുണ്ട്. വ്യക്തമല്ലാത്ത രൂപം, വ്യക്തമായ ഒരു രൂപമില്ലാത്തവനാണ്. അതായത് ഈശ്വരന് ഒരേ സമയം വ്യക്തനും അവ്യക്തനുമാകാൻ കഴിയും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ അനന്തനാണ്, അനാമയനാണ്. അനന്തൻ അവസാനമില്ലാത്തവനാണ്. അനാമയനാണെന്ന് പറഞ്ഞാൽ ആമയൻ എന്ന് പറഞ്ഞാൽ ദുഃഖമാണ്, അനാമയൻ ദുഃഖമില്ലാത്തവനാണ്. ശക്തിയുക്തനാണ്, ശരണാഗത വത്സലനുമാണ്. ശക്തിയുക്തനാണ്, ശക്തിമാനാണ്. അതുപോലെ തന്നെ ശരണാഗത വത്സലനാണ്. ശരണം പ്രാപിക്കുന്നവർക്ക് എല്ലാം കൊടുക്കുന്നവനാണ്. ആരാണോ തന്നെ ശരണം പ്രാപിക്കുന്നത് അവരോട് വാത്സല്യമുള്ളയാളാണ്. നക്തഞ്ചരേശ്വരനായ ദശാസ്വിന് മുക്തി കൊടുത്തവനാണ്. നക്തഞ്ചരേശ്വരനായ, നക്തഞ്ചരൻ രാത്രിയിൽ സഞ്ചരിക്കുന്നവരായ രാക്ഷസീശ്വരനായ രാക്ഷസന്മാരുടെ അധിപനായ ദശാസ്യൻ രാവണന് മുക്തി കൊടുത്തവനാണ്. ആ ഭഗവാൻ തൻ്റെ ചരിത്രങ്ങൾ നക്തം ദിവം ജീവിതാവധി കേൾക്കിലും തൃപ്തി വരാ മമ വേണ്ടിയില്ല മുക്തിയും. ഭഗവതി പറയുകയാണ്, ഈ മേൽപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രീപാർവതിയാണ് പരമേശ്വരനോട് പറയുകയാണ്. അപ്പോൾ ദശാസ്യന് പോലും മുക്തി കൊടുത്തവനായ ആ ഭഗവാന്റെ ചരിത്രങ്ങൾ നക്തം ദിവം, രാത്രിയും പകലും ജീവിതാവധി, രാത്രിയും പകലും മാത്രമല്ല ജീവിതകാലം മുഴുവനും കേട്ടാലും എനിക്ക് തൃപ്തി വരില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് മുക്തിയും വേണമെന്നില്ല. ഈ കഥ കേട്ടോണ്ടിരുന്നാൽ മതി, എനിക്ക് മുക്തി വേണമെന്നുമില്ല. കാരണം ഭഗവാന്റെ കഥ കേട്ടാൽ മുക്തി ഓൾറെഡി എത്തിക്കൊള്ളും. ഇത്തം ഭഗവതി ഗൗരി മഹേശ്വരി ഭക്തിയാ പരമേശ്വരനോട് ചെന്നപ്പോൾ മന്ദസ്മിതം ചെയ്തു മന്മഥനാശനൻ സുന്ദരിയെ കേട്ടുകൊള്ളുകെന്നരുളി ചെയ്തു. ഇപ്രകാരം ഭഗവതിയായ ആ ഗൗരി, ആ മഹേശ്വരി ഭക്തി പാരവശ്യത്തോടുകൂടി പരമേശ്വരനോട് ഇപ്രകാരമൊക്കെ പറഞ്ഞപ്പോൾ പുഞ്ചിരിയോടുകൂടി ആ മന്മഥനാശനനായ കാമദേവനെ നിഗ്രഹിച്ചവനായ ആ ഭഗവാൻ പ്രകാരം പറഞ്ഞു, സുന്ദരി, എന്നാൽ രാമന്റെ കഥ കേട്ടുകൊള്ളൂ എന്ന് അരുളി ചെയ്യുകയുണ്ടായി. അടുത്തത് നാരദ രാഘവ സംവാദമാണ്.
എങ്കിലൊരു ദിനം ദാശരഥി രാമൻ പങ്കജലോചനൻ ഭക്തപരായണൻ മംഗലദേവതാകാമുകൻ രാഘവൻ അങ്കജനാശനവന്ദിതൻ കേശവൻ അങ്കജലീലകൂണ്ടന്തപുരത്തിങ്കൽ മംഗലഗാത്രിയാം ജാനകി തന്നോടും. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ദാശരഥിയായ രാമൻ, ദശരഥന്റെ മകനായ ശ്രീരാമൻ, പങ്കജലോചനൻ താമരപ്പൂവിതൾ പോലെ മനോഹരമായ കണ്ണുകളുള്ള ഭഗവാൻ, ഭക്തപരായണൻ ഭക്തന്മാരിൽ താല്പര്യമുള്ളവൻ ആയ ഭഗവാൻ മംഗലദേവതാകാമുകൻ മംഗലദേവത ലക്ഷ്മീദേവിയാണ്. ലക്ഷ്മീദേവിയുടെ കാമുകനായ ഭർത്താവായ ആ വിഷ്ണു, ആ ശ്രീരാമൻ, ആ രാഘവൻ അങ്കജനാശന വന്ദിതൻ. അങ്കജൻ കാമദേവന്റെ നാശത്തിന് കാരണമായി തീർന്നയാള് ശിവൻ. അപ്പോൾ അങ്കജനാശന വന്ദിതൻ, ശിവനാൽ വന്ദിക്കപ്പെട്ടവനായ ആ ഭഗവാൻ, ആ കേശവൻ വിഷ്ണു, അങ്കജലീല പൂണ്ട് അന്തപുരത്തിങ്കൽ, അങ്കജലീല കാമകേളി കൊണ്ട് അന്തപുരത്തില് മംഗലഗാത്രിയാം ജാനകി തന്നോട്, മംഗലഗാത്രി മംഗളകരമായ ശരീരമുള്ളവളായ ജാനകിയോട്, തന്നോടും കൂടി സീതയോടൊന്നിച്ച് നീലോൽപലദള ശ്യാമള വിഗ്രഹൻ, നീലോൽപലദള ലോലവിലോചനൻ, നീലോപലാഭൻ നിരുപമൻ നിർമ്മലൻ, നീലകളപ്രിയൻ നിത്യൻ നിരാമയൻ, നീലോൽപലദള ശ്യാമള വിഗ്രഹൻ. കരിങ്കൂവളപ്പൂവിതൾ പോലെ നീല നിറമുള്ള ശരീരമാണ് ഭഗവാന്റേത്. നീലോൽപ്പലം എന്ന് പറഞ്ഞാൽ കരിങ്കൂവളമാണ്. കരിങ്കൂവളത്തിൻ്റെ ദളം എന്ന് പറഞ്ഞാൽ ഇതളാണ്. ആ കരിങ്കൂവളത്തിൻ്റെ നിറം നീല കലർന്ന ഒരു കറുപ്പ് നിറമാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ ഭഗവാൻ നീലോൽപല ദള ലോല വിലോചനൻ എന്ന് വെച്ചാൽ കരിങ്കൂവളപ്പൂവിൻ്റെ ഇതൾ പോലെ കറുത്ത് മനോഹരമായ കണ്ണുകളോട് കൂടിയവനെന്ന് അർത്ഥം. അങ്ങനെയുള്ള ആ ഭഗവാൻ നീലോപലാഭൻ എന്ന് പറഞ്ഞാൽ ഇന്ദ്രനീലക്കല്ല് പോലെ ശോഭിക്കുന്നവനായ ആ ഭഗവാൻ നീല ഉപലം എന്നാണ്. ഉപലം എന്ന് പറഞ്ഞാൽ കല്ല്, നീല ഉപലം ഇന്ദ്രനീലക്കല്ലാണ്. അപ്പൊ നീലോപലാഭൻ, ഉൽപലാഭൻ, ഉപലം, നീല ഉപലാഭൻ, നീല നിറത്തിലുള്ള ഇന്ദ്രനീലക്കല്ലാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള ഭഗവാൻ നിരുപമനാണ്. നിരുപമൻ ഉപമിക്കാൻ പറ്റാത്തവനാണ്, തുല്യതയില്ലാത്തവനാണ്. കൂടാതെ നിർമ്മലനാണ്, പരിശുദ്ധനും നീലകളപ്രിയനാണ്. നീലകളൻ ആരാണ്? നീലകണ്ഠൻ, അതായത് ശിവനാണ്. ശിവൻ ഏറ്റവും പ്രിയപ്പെട്ടയാളാണ് രാമൻ. എൻ്റെ രാമൻ എന്നാണ് ഭഗവാൻ എപ്പോഴും പറയാറ്. നീലോപലാഭൻ, നിരുപമൻ, നിർമ്മലൻ, നീലകളപ്രിയൻ, നിത്യൻ നിരാമയൻ. നിത്യനാണ്, ശാശ്വതനാണ്. നിരാമയനാണ്, ആമയം ദുഃഖമില്ലാത്തവനാണ്. അങ്ങനെയുള്ള ആ ഭഗവാൻ രത്നാഭരണ വിഭൂഷിത ദേഹനായി. രത്നാഭരണ വിഭൂഷിത ദേഹൻ എന്ന് പറഞ്ഞാൽ രത്നാഭരണങ്ങളാൽ അലങ്കരിക്കപ്പെട്ട ദേഹത്തോടു കൂടിയവനായ ഭഗവാൻ രത്നസിംഹാസനം തന്മേൽ അനാകുലം ദുഃഖമൊന്നും കൂടാതെ രത്നസിംഹാസനം തന്മേൽ, രത്നം പതിച്ച സിംഹാസനത്തിന്മേൽ അങ്ങനെ അനാകുലം യാതൊരു ദുഃഖവുമില്ലാതെ അങ്ങനെ ഇരിക്കുകയാണ്. രത്നദണ്ഡം പൂണ്ട വെൺചാമരം പൂണ്ട്. രത്നദണ്ഡം എന്ന് പറഞ്ഞാൽ രത്നം പിടിപ്പിച്ച പിടിയുള്ള ആ ഒരു വെൺചാമരമൊക്കെ വീശിക്കൊണ്ടിരിക്കുകയാണ്. ആരാണ് ഭഗവാന് വീശിക്കൊടുക്കുന്നത്? പത്നിയാൽ വീജിതനായത് ദേവിയാണ് വീശിക്കൊടുക്കുന്നത്. വീജിതനായി എന്ന് പറഞ്ഞാൽ വീശപ്പെട്ടവനായിട്ട് ഉള്ള ആ ഭഗവാൻ, ആ കോമളനായ ആ ബാലൻ, ബാല നിശാകര ബാലദേശേ ലസൽ മാലേയ പങ്കം അലങ്കരിച്ചങ്ങനെ. ബാലനിശാകര ബാലദേശേ, ബാലനിശാകരം എന്ന് പറഞ്ഞാൽ ചന്ദ്രനാണ്. ബാലദേശേ എന്ന് പറഞ്ഞാൽ നെറ്റിത്തടം.
അപ്പോൾ ചന്ദ്രക്കല പോലെയുള്ള നെറ്റിത്തടം, ഭഗവാന്റെ സുന്ദരമായ നെറ്റിത്തടത്തെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ബാല നിശാകര ബാലദേശേ ലസത് ലസൻ മാലേയ പങ്കം അലങ്കരിച്ചുകൊണ്ട്, ലസത് എന്ന് പറഞ്ഞാൽ ശോഭിക്കുന്ന, മാലേയ പങ്കം എന്ന് പറഞ്ഞാൽ ചന്ദനച്ചാറാണ്, ചന്ദനം, അരച്ച ചന്ദനം. അങ്ങനെ നെറ്റിയിൽ ചന്ദനമൊക്കെ പൂശിക്കൊണ്ട് ബാലാർക്ക സന്നിഭ കൗസ്തുഭ കന്ധരൻ, ബാലാർക്ക സന്നിഭ കൗസ്തുഭം എന്ന് പറഞ്ഞാൽ ബാലസൂര്യന് തുല്യമായ കൗസ്തുഭരത്നം എന്നാണ് അർത്ഥം. കന്ധരം എന്ന് പറഞ്ഞാൽ കഴുത്താണ്. ബാലാർക്ക സന്നിഭ കൗസ്തുഭ കന്ധരൻ, ഉദയസൂര്യനെ പോലെ തുല്യമായ കൗസ്തുഭരത്നം കഴുത്തിലണിഞ്ഞവനെന്ന് അർത്ഥം. പ്രാലേയ ഭാനു സമാനയാനനയാ സമം, പ്രാലേയ ഭാനു സമാനന എന്ന് പറഞ്ഞാൽ ചന്ദ്രന് തുല്യമായ മുഖത്തോടു കൂടിയവളായ പ്രാലേയ ഭാനു. പ്രാലയ എന്ന് പറഞ്ഞാൽ മഞ്ഞാണ്, ഭാനു എന്ന് പറഞ്ഞാൽ രശ്മി. അപ്പോൾ പ്രാലേയ ഭാനു തണുത്ത രശ്മികളുള്ളയാൾ, അതാണ് ചന്ദ്രനാണ്. അപ്പോൾ ആ ചന്ദ്രനെ പോലെ മനോഹരമായ മുഖത്തോടു കൂടിയവളെന്നർത്ഥം. ചന്ദ്രന് തുല്യമായ മുഖത്തോടു കൂടിയവളായ പ്രാലേയ ഭാനു സമാനന, ചന്ദ്രന് തുല്യമായ മുഖത്തോടു കൂടിയവൾ. സമം എന്ന് പറഞ്ഞാൽ ഒന്നിച്ച്. ഇപ്പോൾ സീതയോടൊന്നിച്ച് ലീലയാ, വളരെ വിനോദമായിട്ട്. താമ്പൂല ചർവണാദ്യൈ, താമ്പൂലം വെറ്റിലയാണ്. താമ്പൂലം വെറ്റില, ചർവണം എന്ന് പറഞ്ഞാൽ ചവയ്ക്കൽ. അദ്യൈ എന്ന് പറഞ്ഞാൽ മുതലായത്. അപ്പോൾ വെറ്റില മുറുക്കുക എന്നുള്ളതാണ് ഇവിടെ അർത്ഥമാക്കിയിരിക്കുന്നത്. അപ്പോൾ ചന്ദ്രാനനയായ സീതാദേവിയോടൊപ്പം വളരെ ലീലയാ, വിനോദത്തോടുകൂടി താമ്പൂല ചർവണാദ്യൈരനുവേലം വിനോദിച്ചരുന്നരുളുന്ന നേരം, വെറ്റില മുറുക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. വെറ്റില മുറുക്കിക്കൊണ്ട് ചവച്ചുകൊണ്ട് അങ്ങനെ വളരെ വളരെ സന്തോഷത്തോടുകൂടി, അതിവേലം വളരെ ഏറ്റവും എന്നൊക്കെ അർത്ഥം. വിനോദിച്ചരുളുക എന്ന് പറഞ്ഞാൽ ക്രീഡിക്കുക, ഉല്ലസിക്കുക എന്നൊക്കെ അർത്ഥമുണ്ട്. അങ്ങനെ ഇരിക്കുന്ന ആ സമയത്താണ് ആലോകനാർത്ഥം മഹാമുനി നാരദൻ ഭൂലോകം അപ്പോൾ അലങ്കരിച്ചിടിനാൻ. ആലോകന അർത്ഥം കാണുന്നതിന് വേണ്ടിയിട്ടെന്നർത്ഥം. അപ്പോൾ ഭഗവാനെ കാണുന്നതിന് വേണ്ടിയിട്ട് ആര് വരുന്നു? മഹാമുനിയായ നാരദൻ അവിടെ എത്തിച്ചേർന്നു എന്നാണ് പറയുന്നത്. ആലോകനാർത്ഥം മഹാമുനി നാരദൻ ഭൂലോകം അപ്പോൾ അലങ്കരിച്ചിടിനാൾ. ഭൂലോകത്തെ അലങ്കരിച്ചു എന്ന് പറഞ്ഞാൽ ഭഗവാൻ അവിടെ, നാരദ മഹർഷി അവിടെ സമാഗതനായി എന്ന് ചുരുക്കം. മുഗ്ധ ശരചന്ദ്രതുല്യ തേജസ്സൊടും ഇനി ശുദ്ധസ്ഫടിക സങ്കാശ ശരീരനായി സത്വരം അമ്പരത്തിങ്കൽ നിന്നാദരാൽ തത്രൈവ വേഗാൽ അവതരിച്ചിടിനാൻ. നാരദനെ വർണ്ണിക്കുകയാണ്. മുഗ്ധ ശരത്ചന്ദ്ര തുല്യ തേജസ്സോടും, മനോഹരമായ ശരത്കാല ചന്ദ്രന് സമാനമായ തേജസ്സോടുകൂടിയതാണ് നാരദന്റെ ശരീരം. അപ്പോൾ ശരത്ചന്ദ്രൻ, ശരത്കാലത്തുള്ള ചന്ദ്രൻ. ശുദ്ധസ്ഫടിക സങ്കാശ ശരീരൻ, ശുദ്ധമായ കണ്ണാടിക്ക് തുല്യം നിറമുള്ള വെളുത്ത ശരീരമുള്ളയാൾ. എന്നുവെച്ചാൽ നല്ല വെള്ള നിറമാണ് നാരദന് എന്ന് ചുരുക്കം. സ്ഫടികം എന്ന് പറഞ്ഞാൽ കണ്ണാടിയാണ്, സങ്കാശം തുല്യമാണ്. അപ്പോൾ സത്വരം പെട്ടെന്ന് തന്നെ അമ്പരത്തിങ്കൽ നിന്ന് ആദരാൽ, അമ്പരം ആകാശം, ആകാശത്ത് നിന്ന് തത്ര ഏവ അവിടേക്ക് അവതരിക്കുകയാണ്, താഴേക്ക് വന്നു, ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ഭഗവാനെ കാണുന്നതിന് വേണ്ടിയിട്ട് നാരദ മഹർഷി ആകാശത്ത് നിന്ന്, സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നു എന്ന് ചുരുക്കം. തുടർന്ന് ശ്രീരാമദേവനും സംഭ്രമം കൈക്കൊണ്ട് നാരദനെ കണ്ട് എഴുന്നേറ്റ് സാദരം. അപ്പോൾ ഭഗവാനെ കാണുന്നതിന് വേണ്ടിയിട്ട് ഭൂമിയിലേക്ക് സ്വർഗത്തിൽ നിന്ന് നാരദ മഹർഷി വന്നിരിക്കുകയാണ്. നാരദ മഹർഷിയെ കണ്ട് ശ്രീരാമദേവൻ സംഭ്രമത്തോടുകൂടി, ആദരവോടുകൂടി സീതയോടൊപ്പം എഴുന്നേറ്റു. നാരീമണിയായ ജാനകി തന്നോടും പാരിൽ വീണ് ആശു നമസ്കരിച്ചിടിനാൻ. മഹർഷിയെ സാഷ്ടാംഗം നമസ്കരിച്ചു. ശേഷം പാദ്യ ആസന ആചമനീയ അർഘ്യ പൂർവകം ആദ്യേന പൂജിതനായൊരു നാരദൻ
തന്നിയോഗത്താലിരുന്നൊരു രാഘവൻ മന്ദസ്മിതം പൂണ്ടു നന്ദിച്ചു സാദരം. പാദ്യം, ആസനം, ആചമനീയം മുതലായവ സമർപ്പിച്ചിട്ട്, ഇതൊക്കെ സമർപ്പിച്ചാണ് മഹർഷിയെ പൂജിക്കുന്നത്. പാദ്യം എന്ന് പറഞ്ഞാൽ ആദ്യം പാദം കഴുകാനുള്ള ജലം കൊടുക്കുന്നു, ശേഷം ഇരിപ്പിടം കൊടുക്കുന്നു, പിന്നെ ആചമനീയം കുടിക്കാനുള്ള വെള്ളം കൊടുക്കുന്നു, പൂജാദ്രവ്യങ്ങൾ അർഘ്യം കൊടുക്കുന്നു. ആദ്യനാൽ ശ്രീരാമനാൽ പ്രകാരം പൂജിക്കപ്പെട്ടവനായ ആ നാരദ മഹർഷി, നാരദന്റെ അനുവാദത്തോടു കൂടി തന്നെ ശ്രീരാമൻ ഇരിക്കുന്നു. അതിനുശേഷം അനന്തരം പുഞ്ചിരിയോടുകൂടി നാരദനോട് പ്രകാരം പറയുകയാണ്: ആദ്യേന പൂജിതനായൊരു നാരദൻ തന്നിയോഗത്താൽ ഇരുന്നൊരു രാഘവൻ. നാരദ മഹർഷിയുടെ അനുവാദത്തോടു കൂടിയാണ് ഭഗവാൻ ഇരിക്കുന്നത്. തന്നിയോഗത്താൽ ഇരുന്നൊരു രാഘവൻ മന്ദസ്മിതം പൂണ്ട് നന്ദിച്ചു സാദരം. മന്ദം മുനിവരൻ തന്നോട് അരുൾ ചെയ്തു. പുഞ്ചിരിയോടുകൂടി നാരദനോട് പ്രകാരം ആദരവോടുകൂടി പറയുകയുണ്ടായി: വന്ദേ പദം കരുണാനിധേ സാമ്പ്രതം നാനാവിഷയസംഘം പൂണ്ടു മേവിന മാനസത്തോട് സംസാരികളായുള്ള മാനവന്മാരായ ഞങ്ങൾക്കു ചിന്തിച്ചാൽ ജ്ഞാനിയാകുന്നവ പാദപങ്കേരുഹം കണ്ടുകൊള്ളുവാൻ അതിദുർലഭം നിർണയം. ശ്രീരാമചന്ദ്രപ്രഭു മഹാവിഷ്ണുവാണ്. താൻ ഈശ്വരനായിട്ടും എന്തൊരു ലാളിത്യത്തോടു കൂടിയാണ് തൻ്റെ ഭക്തനായ നാരദനോട് പറയുന്നതെന്ന് കേൾക്കുക. ഭഗവാൻ പറയുകയാണ്: അല്ലയോ കാരുണ്യവാരിധേ, ഞാൻ ഇപ്പോൾ അങ്ങയുടെ പാദങ്ങൾ വന്ദിക്കുന്നു. വന്ദേ പദം കരുണാനിധേ സാമ്പ്രതം നാനാവിഷയസംഘം പൂണ്ടു മേവിന മാനസത്തോട് സംസാരികളായുള്ള, പലതരത്തിലുള്ള ലൗകിക കാര്യങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന മനസ്സോടുകൂടിയ ലൗകികനായ ഞങ്ങൾക്ക്, ഭഗവാൻ ഇപ്പോൾ ലൗകികനായിട്ടാണല്ലോ ഉള്ളത്, മനുഷ്യനായിട്ട് അവതരിച്ചിരിക്കുകയാണല്ലോ. അതുകൊണ്ടാണ് നാനാവിഷയസംഘം കൊണ്ട് മേവിന മാനസത്തോടുള്ള സംസാരി എന്ന് പറഞ്ഞിരിക്കുന്നത്. ആ മാനവനായ ഞങ്ങൾക്കു ചിന്തിച്ചാൽ ജ്ഞാനിയാകുന്നവ പാദപങ്കേരുഹം. അപ്പോൾ അജ്ഞാനികളായ ഞങ്ങൾക്ക്, ഈ ലൗകികരായ മനസ്സോടുകൂടിയ ഞങ്ങൾക്ക് ജ്ഞാനിയായ അങ്ങയുടെ പാദകമലം, ജ്ഞാനിയാകുന്നവ പാദപങ്കേരുഹം, ജ്ഞാനിയായ അങ്ങയുടെ പാദകമലം കണ്ടുകിട്ടുക വളരെ ദുർലഭമാണ്. കണ്ടുകൊള്ളുവാൻ അതിദുർലഭം, നിർണയം, തീർച്ചയായിട്ടുള്ള കാര്യമാണ്. തുടർന്ന് ഭഗവാൻ പറയുന്നു: പണ്ട് ഞാൻ ചെയ്തൊരു പുണ്യ ഫലോദയം കൊണ്ട് കാണുവാൻ അവകാശവും വന്നിതു. പണ്ട് ഞാൻ എപ്പോഴോ ചെയ്ത പുണ്യകർമ്മം കൊണ്ട് തന്നെയാണ് അങ്ങയെ കാണാനുള്ള അവസരം ഇവിടെ ലഭിച്ചതെന്ന് പറയുകയാണ്. പുണ്ടരീകോത്ഭവപുത്ര, പുണ്ടരീകോത്ഭവൻ, താമരപ്പൂവിൽ ജനിച്ചവൻ, ബ്രഹ്മപുത്രനായ അല്ലയോ മഹാമുനെ, പുണ്ടരീകോത്ഭവപുത്ര മഹാമുനെ, എന്നുടെ വംശവും രാജ്യവും, എന്നുടെ വംശവും ജന്മവും രാജ്യവും ഇന്ന് വിശുദ്ധമായി വന്നു തപോനിധേ. എൻ്റെ വംശവും എൻ്റെ ജന്മവും എൻ്റെ രാജ്യവും അങ്ങയുടെ ആഗമനത്താൽ വളരെ പരിശുദ്ധമായി തീർന്നിരിക്കുകയാണെന്ന് പറയുന്നു. എന്നാൽ ഇനി എന്തു കാര്യമെന്നും പുനരെന്നോട് അരുൾ ചെയ്യുക വേണം ദയാനിധേ. ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് അങ്ങ് അരുളി ചെയ്യണം. എന്തൊരു കാര്യം നിരൂപിച്ചെഴുന്നള്ളി, എന്ത് കാര്യം മനസ്സിൽ വിചാരിച്ചുകൊണ്ടാണ് ഇങ്ങോട്ട് എഴുന്നള്ളിയിരിക്കുന്നത്, സന്തോഷം ഉൾക്കൊണ്ട് അരുൾ ചെയ്യുക വേണം. സന്തോഷത്തോടുകൂടി എന്നോട് പറയണേ. മന്ദനെന്നാകിലും കാരുണ്യമുണ്ടെങ്കിൽ സന്ദേഹമില്ല സാധിപ്പനെല്ലാമേ. മന്ദനെന്നാകിലും, ഞാൻ അറിവില്ലാത്തവനാണെങ്കിലും, ഭഗവാൻ എന്തൊരു ലാളിത്യത്തോടുകൂടിയാണ് പറയുന്നത്, ഞാൻ അറിവില്ലാത്തവനാണെങ്കിലും അവിടുത്തെ കാരുണ്യമുണ്ടെങ്കിൽ സംശയം ഇല്ലാതെ തന്നെ എനിക്ക് അതൊക്കെ സാധിച്ചു തരാൻ പറ്റും. അങ്ങയുടെ കാരുണ്യമുണ്ടെങ്കിൽ എനിക്കതൊക്കെ സാധിക്കാൻ പറ്റും, അത്രേ. സന്ദേഹമില്ല സാധിപ്പതിനെല്ലാമേ. യുദ്ധമാകർണ്യ രഘുവരൻ തന്നോട് മുഗ്ധഹാസേന മുനിവരനാകിയ നാരദനും ഭക്തവത്സലനാം മനുവീരനെ നോക്കി സരസം അരുൾ ചെയ്തു. അപ്പോൾ മന്ദനായ ഞാൻ, അറിവില്ലാത്ത ഞാൻ, ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് എനിക്കെല്ലാം സാധിച്ചു തരാൻ പറ്റുമെന്ന് പറഞ്ഞപ്പോൾ നാരദ മഹർഷി പറയുകയാണ്. ഇത് കേട്ട നാരദ മഹർഷി ഭക്തവത്സലനായ ശ്രീരാമനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് വളരെ സരസമായിട്ട് പ്രകാരം പറയുകയുണ്ടായി. ഈ നാരദ മഹർഷി എന്താണ് പറഞ്ഞതെന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി, നമസ്കാരം.